ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവവചനത്തിൽ നിന്ന് പ്രത്യേകിച്ചും ഗിരിപ്രഭാഷണത്തെ അധികരിക്കുന്നതായ ആമുഖ പാഠങ്ങൾ ചിന്തിച്ച് വരികയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ആ പഠനത്തിൻ്റെ പ്രാരംഭ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ദൈവം സാവകാശം നൽകി. പ്രത്യേകിച്ച് ആ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഈ വചനത്തിൻ്റെ മഹത്വം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനിടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് തിരുവായ്മൊഴിഞ്ഞ വചനങ്ങളാണ് നമുക്ക് ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ആ വാക്കിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ചില പ്രത്യേകതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച് വരികയായിരുന്നു. ആ വാക്യത്തെ 4-ാം അധ്യായത്തിലെ ഒരു വാക്യത്തോട് ചേർത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടെ കർത്താവ് പിശാചിനോട് ഉത്തരം പറയുന്നതായ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. ആ വാക്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ആ വാക്യത്തിൻ്റെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ 2-ാം ഭാഗത്ത് നാം പ്രധാനമായിട്ടും ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ വാക്യം ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്നുള്ളതായൊരു ഉദ്ധരണിയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അവിടെ നിന്നും വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉൾക്കൊള്ളാനിടയായിട്ട് തീർന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് ഇസ്രയേൽ ജനത്തെ ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം ചരിത്രത്തിൽ ചെയ്തൊരു കാര്യം നമ്മൾ സാമാന്യം വിശദമായിട്ട് ചിന്തിക്കുകയുണ്ടായി. എന്താണ് ദൈവം ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഈ കാര്യം പഠിപ്പിക്കാനായിട്ട് ചെയ്തത്? ദൈവം അവർക്ക് മന്ന കൊടുത്ത് അതിശയകരമായ നിലയിൽ പരിപാലിച്ചു എന്നുള്ളതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിലെങ്ങനെയാണ് ഈ സത്യം പഠിപ്പിച്ചത്, അവരെ ഗ്രഹിപ്പിച്ചത് എന്നുള്ളതിൻ്റെ ചില വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം ഉൾക്കൊള്ളുമ്പോൾ ഈ വചനത്തിൻ്റെ മഹത്വം ഗ്രഹിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിലൊത്തിരി വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ 1-2 വാക്കുകൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വേദഭാഗത്ത് നിന്ന് സൂചിപ്പിച്ച് അവിടുന്ന് മുൻപോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ കാര്യം ദൈവാത്മാവ് പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വേദഭാഗത്ത് ദൈവവചനത്തിന് കൊടുക്കേണ്ടുന്നതായ പ്രാധാന്യം വളരെ വിശദമായും ആവർത്തിച്ചും ദൈവാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഞാൻ 1-2 വേദഭാഗങ്ങളൊന്ന് പരാമർശിക്കുകയാണ്. നമ്മുടെ മനഃപ്പാഠ വാക്യങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യമുള്ള വാക്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു എന്ന് തോന്നുന്നതായൊരു 2 വാക്യങ്ങൾ ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മാസം നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ മനഃപ്പാഠം പഠിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു.
ഇപ്പോഴത്തെ പോർഷനിൽ അതുപോലൊരു വാക്യം മനപ്പാഠം പഠിക്കാനായിട്ട് ഉണ്ട്. ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? 11-ാം അധ്യായത്തിൻ്റെ 18ഉം 19ഉം വാക്യങ്ങളിൽ ഇതേ സത്യം തന്നെ ആവർത്തിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വാക്യങ്ങളൊന്ന് വായിച്ചു പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ. അവിടെ വളരെ വ്യക്തമായിട്ട് 6-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ ഉപദേശിക്കപ്പെട്ട സത്യം ആവർത്തിക്കുന്നതായി നമ്മൾ കാണുകയാണ്. ആവർത്തന പുസ്തകത്തിൻ്റെ പ്രത്യേകത നമ്മൾ പലവട്ടം ഓർക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ചില സുപ്രധാനമായ സത്യങ്ങൾ ആവർത്തിച്ചോർപ്പിക്കുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു പ്രായോഗിക വശം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ സത്യം വിശ്വസിക്കുന്നവരായ നാം, ഏത് സത്യം? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ളതായ സത്യം അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് വരികിൽ ആവർത്തിച്ച് ദൈവാത്മാവ് നമുക്ക് നൽകുന്നതായ ഈ പ്രബോധനത്തോട് വിശ്വസ്തരായിരിക്കുവാൻ സാധിക്കും. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കുകൊണ്ടൊരു യോഗത്തിൽ വചനം പറഞ്ഞൊരു ദൈവദാസൻ ചോദിച്ച ചോദ്യം ഞാൻ പലപ്പോഴും പ്രസംഗത്തിനിടയിൽ പറയാറുണ്ട്. ആ ദൈവദാസൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു: മക്കളെ സ്കൂളിലയച്ച് പഠിപ്പിക്കണമെന്ന് ബൈബിളിൽ കൽപ്പനയുണ്ടോ? ഒരു 30 കുടുംബങ്ങൾ ആ യോഗത്തിൽ പങ്കുകൊള്ളുന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് ആർക്കും ആ ചോദ്യത്തിന് അന്ന് ഉത്തരം പറയാനായിട്ട് സാധിച്ചില്ല. ഞാനും ഒന്ന് പരിധി നോക്കാനിടയായിട്ട് തീർന്നു. കൃത്യമായ ഉത്തരം കിട്ടാനിടയായിട്ട് തീർന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായ ഉത്തരം പിന്നീട് ഞാൻ ഒത്തിരി പ്രസംഗങ്ങളിൽ പറയാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. മക്കളെ സ്കൂളിലയച്ച് പഠിപ്പിക്കണമെന്ന് വേദപുസ്തകത്തിൽ കൽപ്പനയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കൽപ്പനയില്ലാത്ത കാര്യം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ അനുസരിക്കുന്നുണ്ട്. പക്ഷേ മക്കളെ വചനം പഠിപ്പിക്കണം എന്നുള്ളത് ആവർത്തിച്ച് ദൈവാത്മാവ് കൽപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ എത്രയോ വട്ടമാണ് ഈ സത്യം ദൈവജനമായ ഇസ്രായേലിന് ദൈവം ആവർത്തിച്ച് നൽകുന്നതായി നമ്മൾ കാണുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ ഓർപ്പിക്കുകയാണ്: മക്കളെ സ്കൂളിലയച്ച് പഠിപ്പിച്ചോളൂ, അത് ഈ കാലഘട്ടത്തിന് ഒരു ആവശ്യമായിരിക്കാം. പക്ഷേ ദൈവവചനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തോട് നമ്മൾ അനുസരണം കാണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതിൻ്റെ കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവരുടെ അപ്പത്തിനുള്ള വക പിൽക്കാലത്ത് അവർ കണ്ടെത്തുവാൻ ആ പഠനം മുഖാന്തരമായിട്ട് തീരും. അത് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുന്നതായൊരു കാര്യമാണ്. അങ്ങനെ തീരുന്നതിന് കുഴപ്പവുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനത്താലേ ഒരാൾക്ക് ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസം എത്രയും കിട്ടിയാലും ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാൻ ഒരു ദൈവ പൈതലിന് അതുകൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നാൽ ആ വചനത്താൽ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ജീവിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ
ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വചനം അതുപോലെ വിശ്വസിക്കുന്നു എന്നുള്ളത് പ്രായോഗിക തലത്തിൽ ഉറപ്പാക്കി ജീവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്വം വിശ്വസ്തമായിട്ട് നിർവഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 11-ാം അധ്യായം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ വായിക്കാനിടയായിട്ട് തീർന്നപ്പോൾ അതിൻ്റെ 27-28 വാക്യങ്ങൾ കൂടി ഭയത്തോടെ ചേർത്ത് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ആ വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം എന്ന് ഞാൻ കരുതുന്നു. 11-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നതിൽ ശാപവും വരും. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ഒരു സന്ദേശം കൈമാറുകയാണ്. എന്താ സന്ദേശം? അനുഗ്രഹത്തിൻ്റെ വഴി എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒട്ടുമേ ആശങ്കപ്പെടാനായിട്ട് ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ആഗ്രഹം. അനുഗ്രഹത്തിൻ്റെ വഴി ദൈവം നൽകിയിട്ടുള്ള വചനമനുസരിക്കുക എന്നുള്ളതാണ്. അതെത്ര ഖണ്ഡിതമായിട്ടാണ് ദൈവാത്മാവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വചനത്തോടുള്ളതായ അനുസരണക്കേടും അനാദരവും ശാപത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളത് എത്രയോ ഗൗരവമായി ദൈവാത്മാവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വാക്യത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ഓർക്കാനിടയായി തീർന്നൊരു കാര്യം, അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ വചനം, ജീവിക്കാവുന്ന വചനം, അത് കൃത്യമായി പ്രമാണിക്കുവാൻ ഇടയായിട്ട് തീരണം. ഞാൻ ചേർത്തൊരു വാക്യം കൂടി ഓർത്തു. വെളിപ്പാട് ദിവസം 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി, വീണ്ടും വരവിന് വേണ്ടി ഒരുങ്ങാനായിട്ട് വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടത്? ഓർക്കുന്നുണ്ടോ? 7-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ അനുഗ്രഹിക്കപ്പെടാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി ഒരുങ്ങാനായിട്ടും ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അപ്പോൾ നാം ചിന്തിക്കുന്ന ദൈവവചനം, നാം പഠിക്കുന്ന വചനം, അതിൽ തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളതായ സത്യം ഉൾക്കൊള്ളേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ഈ വലിയ സത്യം തിരിച്ചറിയുന്നവരായി ഈ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള ദൈവവചന സത്യങ്ങൾ നമ്മൾ ഒരിക്കലും ലംഘിക്കുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ളത് ഗ്രഹിച്ച ആളുകളായിട്ട് ഈ തലമുറയിൽ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കാനായിട്ട് കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ആവർത്തനം 8-ന്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ മന്നയെക്കുറിച്ചുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ഒരു പരാമർശം ഞാൻ 4-ാം വാക്യത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രസംഗത്തിലേക്ക് മടങ്ങിപ്പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ മന്ന കൊടുത്ത് ഈ കാര്യം അവരെ പഠിപ്പിച്ച കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യവും ഈ ബന്ധത്തിൽ ദൈവം ചെയ്തത് 4-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഈ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ അതിശയകരമായൊരു കാര്യം, ആ 40 വർഷത്തെ മരുഭൂ പ്രയാണത്തിൽ അവർക്ക് സാധിച്ചതായ കാര്യം,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ലിറ്ററലായിട്ട് ഈ കാര്യം ഒന്ന് ചിന്തിക്കാനിടയായിട്ട് തീർന്നാൽ, 3-ാം വാക്യത്തിൽ പറഞ്ഞത് അവരുടെ ആഹാരത്തെക്കുറിച്ചാണ്. ഈ വാക്യത്തിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇത് തമ്മിലുള്ള ബന്ധം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ അടിസ്ഥാനപരമായ ജീവിതാവശ്യങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഇസ്രായേലിൻ്റെ മരുഭൂപ്രയാണത്തിൽ വളരെ അടിസ്ഥാനപരമായ അവരുടെ ജീവിത ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത അത്ഭുതം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ ലിറ്ററലായിട്ട് ഞാൻ ഈ കാര്യം, ഈ വാക്യം കഴിഞ്ഞ ദിവസം അക്ഷരാർത്ഥത്തിൽ ചിന്തിച്ചപ്പോൾ, ഈ 40 വർഷം ധരിച്ച ആ വസ്ത്രത്തിന് ഒരു ജീർണതയും സംഭവിക്കാതെ അവർക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എത്രയോ അതിശയകരമായൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ആ വസ്ത്രത്തിൻ്റെ ഗുണമേന്മ കൊണ്ടാണത് എന്ന് നമ്മൾ ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, വളരെ അസാധാരണമായിട്ടുള്ള ആ വഴിയിലൂടെ ദൈവം അവരെ ഈ വിലയേറിയ സത്യം ഗ്രഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ അവിടെ ഇന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ ഓർത്ത ഒരു കാര്യമുണ്ട്. അവർക്ക് ഈ മരുഭൂമി യാത്രയിൽ വസ്ത്രം നെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ ഉള്ളതായ ധാരാളം സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തെളിവ് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ നിലയിൽ അവർ മനുഷ്യർ ധരിക്കുന്ന വസ്ത്രത്തെക്കാളൊക്കെ എത്രയോ മെച്ചമായ, എത്ര നല്ല വസ്ത്രങ്ങളാണ്, തുണിത്തരങ്ങളാണ് ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി അവർ നെയ്തെടുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്തിനു വേണ്ടിയാണ്? സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിൽ ഉള്ള ആ തിരശ്ശീലകളും മറ്റുമൊക്കെ അങ്ങനെ റെഡിമെയ്ഡായിട്ട് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നതല്ല അവർ. പിന്നെയോ ഇവിടെ അവർ നൂറ്റ് അത് രൂപപ്പെടുത്തി എടുക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാനും പറ്റുകയില്ലായിരുന്നു. അതിൻ്റെ ഓരോ ചെറിയ വിശദീകരണങ്ങളും ദൈവത്തിൻ്റെ വെളിപ്പാടിൽ കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഞാനിന്ന് പകൽ ഈ വചനത്തിലൂടെ കടന്നുപോയപ്പോൾ ഓർത്തു, അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം ധരിക്കാനായിട്ട് വേറെ ഒത്തിരി ബദ്ധപ്പാടിനൊന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 40 വർഷത്തേക്ക് അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല. പക്ഷേ അവരുടെ മുഴുവൻ എഫേർട്ടും അവർ ദൈവം വസിക്കാനായിട്ടുണ്ടാക്കാൻ പറഞ്ഞതായ സമാഗമന കൂടാരത്തിനും അതിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കത്തക്കവണ്ണം അത് മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതിലൊക്കെ എന്തോ ഒരു ഉത്സാഹമാണ് ഇസ്രയേൽ ജനം ആ തലമുറയിൽ സൂക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാനിന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടി ഒത്തിരി ബന്ധപ്പെടാൻ ആവശ്യമില്ലാത്തൊരു സാഹചര്യം ദൈവം തരാനിടയായി തീർന്നാൽ, ഇവർ ആഹാരത്തിനും ബന്ധപ്പെടേണ്ട, വസ്ത്രം കാര്യങ്ങൾക്കും ബന്ധപ്പെടാനായിട്ട് ആവശ്യമില്ല. പക്ഷെ അവരെല്ലാവരും കൂടി ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടിയുള്ളതായ വലിയ ബദ്ധപ്പാടിലായിരുന്നു എന്നുള്ളതായ കാര്യം വളരെ മനോഹരമായൊരു മാതൃകയായിട്ടാണ് ഇരിക്കുന്നത്. ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യങ്ങൾ കൂട്ടിമുട്ടിക്കാൻ നമ്മൾ ഒത്തിരി ബന്ധപ്പെടുന്നവരല്ലായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ബദ്ധപ്പാടും അധ്വാനവും ആവശ്യമുണ്ടെന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ അതിനൊരു പക്ഷേ ജനിക്കമില്ലാത്തൊരു അവസ്ഥ ദൈവം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. നമുക്ക് ആ ബദ്ധപ്പാട് മുഴുവനും കർത്താവിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് വരികിൽ അതിൽ തന്നെ എത്രയോ മഹത്തരമായിരിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് മുൻപോട്ട് പോകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന തിരുവെഴുത്തുകൾ അതിൽ തന്നെ എത്രയോ മഹത്തരമാണ്. ഒരു വ്യക്തിക്ക് ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാൻ അത് നിദാനമാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്.
നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന തിരുവായി മൊഴിഞ്ഞ ദൈവവചന സത്യങ്ങൾ അതിൽ തന്നെ എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇനി ഇതിനോട് വളരെ ചേർത്ത് ചിന്തിക്കാവുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വാക്യം കൂടി ഒന്ന് ചേർത്ത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞു എന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്ന വാക്യത്തോട് ചേർത്ത് ഓർക്കാവുന്ന ചില വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പെർഗമോസിലെ സഭയ്ക്കുള്ളതായ ദൂത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവ് സഭാകാന്തൻ ഒരു വിലപ്പെട്ട സത്യം അവകാശപ്പെടുന്നു എന്നുള്ളത് നമ്മളവിടെ കാണുന്നുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ളതും നമ്മൾ ധാരാളം ചിന്തിക്കാറുമൊക്കെ ഉള്ളതായ വാക്യമാണ്. ഒന്ന് ചേർത്ത് പറയുന്നു എന്നേ ഉള്ളൂ. വായിക്കാം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ആ ഗിരിപ്രഭാഷണത്തോട് ബന്ധപ്പെട്ട പ്രതിപാദനത്തിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായ സ്വരത്തിലാണ് ഇവിടെ കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടുത്തെ പ്രയോഗം ശ്രദ്ധിച്ചു. മൂർച്ചയേറിയ ഇരുവാഴ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ വാക്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ്. അതിനൊരു തെളിവ് ആ വാക്യത്തിലുണ്ട്. ആ തെളിവെന്ന് പറയാമോ? ഇത് കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണെന്നുള്ളതിന് നാം വായിച്ച വാക്യത്തിലൊരു തെളിവുണ്ട്. അരുളി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സഭയോടുള്ള ബന്ധത്തിൽ അരുളി ചെയ്യുന്ന വചനത്തിൻ്റെ അത്ഭുതകരമായ സാധ്യത നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുകയാണ്. ഇനി അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ഈ രണ്ട് പ്രയോഗങ്ങളും നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വിലയേറിയ തിരുവെഴുത്തുകളുടെ മഹത്വവും ഗൗരവവും വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ ഈ സഭകൾക്കുള്ള ദൂതുകളും കർത്താവിൻ്റെ വാമൊഴിയാണ്. ഇത് വരമൊഴിയാക്കിയത് ആരാണെന്ന് നമുക്കറിയാമല്ലോ. ആരാണ് വരമൊഴിയാക്കിയത്? യോഹന്നാൻ അപ്പോസ്തലനാണിത് വരമൊഴിയായി നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണവും മത്തായി സുവിശേഷകൻ അത് എഴുതി തരാനിടയായിട്ട് തീർന്നു. എഴുതപ്പെട്ട തിരുവെഴുത്തുകളാണ് നാം വായിക്കുവാനും ഉൾക്കൊള്ളുവാനും ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുന്ന ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ മഹത്വത്തോട് ചേർന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതായ കാര്യം, കർത്താവിൻ്റെ വായിൽ നിന്നുള്ളതായ ഈ വചനങ്ങൾ അതിൽ തന്നെ എത്രയോ പ്രധാനമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യം കൂടി ഞാൻ ഈ ബന്ധത്തിലൊന്ന് ചേർത്ത് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനകാരൻ ദൈവവചനത്തിൻ്റെ ശക്തിയും മഹത്വവും വെളിപ്പെടുത്തുമ്പോൾ കുറച്ച് വിശദമായിട്ട് ഈ സത്യം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ആ വാക്യം വായിച്ച് അവിടെ നിന്ന് വചനത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂടി ഉൾക്കൊണ്ടിട്ട് ഈ പ്രസംഗത്തിൻ്റെ പ്രതിപാദനത്തിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കെല്ലാം മനഃപ്പാഠം അറിയാവുന്ന വാക്യമാണ്. എങ്കിലും നമുക്കൊന്ന് വായിച്ച് പോകാം. 4-ന്റെ 12-ാമത്തെ വാക്യം.
ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി യുവാത്തലയുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ ഈ വാക്യത്തിൽ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിൻ്റെ എത്രയോ വിശദമായ പ്രത്യേകതകളാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ വാക്യം ഞാൻ ഇന്ന് പകൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞിട്ട് ഗിരിപ്രഭാഷണത്തിൻ്റെ വിശദമായ പ്രതിപാദനത്തിലേക്ക് വരാം എന്നൊരു താല്പര്യം ദൈവാത്മാവ് തരികയായിരുന്നു. അതുകൊണ്ട് ഒത്തിരി വിശദീകരണം കൂടാതെ ഞാൻ അവിടെ നിന്ന് ചില വാക്കുകൾ എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ചില അടിസ്ഥാന പ്രത്യേകതകൾ എടുത്തു പറയുകയാണ്. ഒത്തിരി വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, ഞാനൊരു സൂചന മാത്രം പറഞ്ഞു പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നമ്മുടെ വായിക്കുന്നത് ഇത് ജീവനുള്ള വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും അറിയാവുന്നവരാണ്. എങ്കിലും ഞാൻ അതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. പാപത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ ജീവിപ്പിക്കാനായിട്ട് ഈ വചനം മതിയായതാണ്. ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ ഓരോ പ്രത്യേകതകളും ഗിരിപ്രഭാഷണത്തോടും ചേർത്ത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. പാപത്തിൽ മരിച്ചു കിടക്കുന്നൊരു ജീവിതത്തെ ജീവിപ്പിക്കാനായിട്ട് ഈ വചനം മതിയായതാണ്. നമ്മൾ വളരെ വിശദമായ പ്രതിപാദനത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഒരു 3 റെഫറൻസുകൾ നിങ്ങളൊന്ന് കുറിച്ചിട്ടോളൂ. അത് വായിക്കേണ്ട ആവശ്യം വരികയില്ല, നമുക്കെല്ലാം അറിയാവുന്ന വാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ സാധ്യത നമുക്കറിയാം. ആ ലേഖനം എഫെസോസിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ എഫെസോസിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതായ ചരിത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒത്തിരി പ്രതികൂലങ്ങൾ നേരിട്ടതായ ഒരു സ്ഥലമായിരുന്നു എഫെസോസ്. പക്ഷേ അവിടെ സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. വിഗ്രഹങ്ങളെ സേവിച്ചിരുന്ന ആളുകൾ, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന ആളുകൾ ഈ വചനം കേൾക്കാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അവിടുന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ദൈവമക്കൾക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ഓർപ്പിക്കുക, നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നവരായിരുന്നു. എന്നാൽ സുവിശേഷത്തിൻ്റെ വചനമാണ് അവരെ ജീവിപ്പിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മയും ഈ വചനമാണ് ജീവിപ്പിച്ചത്. ഈ വചനം നമ്മൾ കേട്ടു, വിശ്വസിച്ചു, ഈ വലിയ കൃപയിലേക്ക് നമുക്ക് വരുവാനിടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് വളരെ നന്ദിയോടുകൂടി ഓർക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. അത് നമുക്കറിയാവുന്ന വാക്യമാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നാം വീണ്ടും ജനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അവിടെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ജീവനുള്ള വചനമാണെന്നുള്ളതായ വലിയ സത്യം എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 3:16 കൂടി എഴുതിയിട്ടുള്ളൂ. അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം, നമ്മൾ കർത്താവിനെ രക്ഷകനും കർത്താവുമായി വിശ്വാസത്താൽ കൈക്കൊണ്ടപ്പോൾ നമുക്ക് ലഭിച്ച ജീവനൊരു പ്രത്യേകതയും വിശേഷണവും ആ വാക്യത്തിലുണ്ടല്ലോ. എന്താ വിശേഷണം? നിത്യജീവനാണ് ദൈവം നമുക്ക് തരുവാനിടയായിട്ട് തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പകൽ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ ജീവനുള്ള വചനം എന്ന് പറയുന്ന പ്രയോഗം അതിൽ തന്നെ എത്രയോ മനോഹരമായ പ്രയോഗമാണ്.
എത്ര ഹൃദ്യമായ പ്രയോഗമാണ്. ഈ ജീവനുള്ള വചനത്താൽ നമ്മൾ ജീവൻ പ്രാപിച്ചു എന്നുള്ളത് മാത്രമല്ല, ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ വചനത്താൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. രണ്ടാമത്തെ പ്രത്യേകത ആ വാക്യത്തിൽ വായിക്കുന്നത് ചൈതന്യമുള്ള വചനം. ചൈതന്യമുള്ള വചനം. നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകത്തിലെ ദൂതുകൾ ശ്രദ്ധിച്ചാൽ ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ഒരു സഭയെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഏത് സഭയാണെന്ന്? സർദീസിലെ സഭ ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ഒരു സഭയാണ്. അതുകൊണ്ട് അവരോട് പറയുന്ന വാക്കുകൾ വളരെ ഗൗരവമുള്ള വാക്കുകളാണ്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ എത്ര ഗൗരവമായിട്ടും അവരുടെ നിജസ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ആ വാക്യം ഓർക്കണ്ടല്ലോ, വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും പിന്നെ എന്താ, നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പേരിന് ജീവനുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ മരിച്ച അവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. നമുക്കെല്ലാം അറിയാമെങ്കിലും ഞാൻ അവിടെ ഒരു കാതലായ സന്ദേശം കൈമാറണമെന്ന് ആഗ്രഹിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരായ നാം ചൈതന്യം നഷ്ടപ്പെട്ടവരായി, പേരിന് മാത്രം ജീവനുള്ളവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ വളരെ വേദനിപ്പിക്കുന്നതായൊരു കാര്യമാണ്. കർത്താവ് എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അനേക വിശ്വാസികൾ ഒരു കുറ്റമായി കാണാത്തൊരു കാര്യമാണിത്. രക്ഷിക്കപ്പെട്ടു, പിന്നെ അത്ര സജീവമായിട്ടൊന്നും വിശ്വാസ ജീവിതം നയിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു വിചാരം പിശാച് എങ്ങനെയോ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനുള്ളതായ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യുന്നത് അനുഗ്രഹമാണ്. ഉദാസീനതയോടെ ചെയ്യുന്നവൻ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞവരായ നാം, നിത്യജീവൻ പ്രാപിച്ചവരായ നാം ഉദാസീനതയോടെ ജീവിക്കേണ്ടവരല്ല. ചൈതന്യത്തോടെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രയും കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ അവിടെ ഈ വചനത്തിന് ചൈതന്യമുള്ള വചനം എന്ന് എബ്രായ ലേഖനകാരൻ എന്തുകൊണ്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായൊരു കാരണം അവിടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിക്കാം 3-ാമത്തെ വാക്യം. അപ്പം അതുകൊണ്ട് ഈ സഭയ്ക്ക് സഭാകാന്തൻ നൽകുന്നതായ ഉപദേശം പുതിയൊരു ഉപദേശമല്ല, പിന്നെ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അപ്പോൾ ഇവരുടെ നിർജീവിതയ്ക്കുള്ളതായ കാരണം എന്തായിരിക്കും? ദൈവവചനത്തോട് ഇവരുടെ ആഭിമുഖ്യം ചൈതന്യരഹിതമായിട്ട് തീർന്നു. ഇവർ കേൾക്കാത്തതുകൊണ്ടല്ല, ഇവർ കേട്ടവരാണ്, ഇവരിത് പ്രാപിച്ചവരാണ്. പക്ഷെ അതിനോടുള്ള വിശ്വസ്തത ശരിയാവണ്ണം സൂക്ഷിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവർ ചാവാറായ ശേഷിപ്പുകളെ പോലെ ആയിത്തീർന്നു എന്നുള്ളത് അവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത സഭാകാന്തൻ വേദനയോടെ ഓർപ്പിക്കുക. ഇന്ന് രാത്രിയിൽ നമ്മുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ പരമാർത്ഥമായി പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് പല പാപങ്ങൾക്കും മാനസാന്തരം ആവശ്യമുള്ളതുപോലെ തന്നെ ഇവർക്കും കർത്താവ് നൽകുന്നത് കാര്യം നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നതായ സജീവതയിൽ
എനിക്ക് വിശ്വാസ ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതായ കാര്യം തിരിച്ചറിയാനിടയായിട്ട് തീർന്നാൽ, ഈ വചനത്തോടുള്ള ശരിയായ ബന്ധത്തിലേക്ക് യഥാസ്ഥാനപ്പെടാനായിട്ട് സാധിച്ചാൽ, ഈ വചനം നമ്മെ ചൈതന്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്ന വചനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എത്ര മഹത്തരമായ ആവർത്തനം 4:8 ഇവിടെയും നമുക്ക് ഓർക്കാം. ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് പ്രയോജനപ്പെടുത്തി വിജയകരമായി ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ പ്രത്യേകത കൂടി ഞാൻ ഇന്ന് രാത്രിയിലെ ക്ലാസ്സിൽ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. വേറെ 1-2 പ്രത്യേകതകളുള്ള അടുത്ത ക്ലാസ്സിൽ ഓർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? ഈ വാക്യത്തിൽ പറയുന്ന വചനത്തിൻ്റെ പ്രത്യേകത. നമ്മൾ വായിച്ച എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യത്തിൽ മൂന്നാമതായി കാണുന്നൊരു പ്രത്യേകതയുണ്ട്. അതെ, ഇരുവാഴ്ത്തിയുള്ള വാളിനേക്കാൾ എന്ന് ഒരു വിശേഷണം പറയുന്നുണ്ട്. പക്ഷേ അവിടെ പ്രധാനമായിട്ട് ഓർപ്പിക്കുന്നൊരു വാക്യം മൂർച്ചയേറിയ വചനമാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ മൂർച്ചയെ ഒന്ന് ഉപമിക്കേണ്ടതിന് വേണ്ടിയാണ് ഏത് പറഞ്ഞിരിക്കുന്നത്? ഇരുവാഴ്ത്തലയുള്ള വാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് പോലെ ഒത്തിരി ആസ്വദിച്ചതായ ഒരു വാക്കാണിത്. ഈ വചനം മൂർച്ചയേറിയ വചനമാണ്. മൂർച്ചയേറിയ വചനമാണ് എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ പ്രവർത്തനക്ഷമതയാണ് ഈ പ്രയോഗത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. നമ്മളെല്ലാവരും ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആയുധത്തിന് മൂർച്ചയില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ എഫേർട്ടും അധ്വാനവും ഒക്കെ ഒരർത്ഥത്തിൽ വൃഥാവായി പോകുവാൻ ഇടയായിട്ട് തീരും. അത് കേവലം ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായൊരു കാര്യമാണ്. അതിൻ്റെ ഉദാഹരണമൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നാം നമ്മുടെ കർത്താവിൻ്റെ വചനം അത് മൂർച്ചയേറിയ ഇരുവാഴ്ത്തലയുള്ള വാളാണ് എന്ന് പറഞ്ഞാൽ ഈ വചനം തൻ്റെ പ്രവൃത്തി അതിശയകരമായി നിർവഹിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കൊക്കെ ആയുധങ്ങൾക്കൊക്കെ ഒരു വാഴ്ത്തലേ സാധാരണയുള്ളൂ. അങ്ങനെയാണ് സാധാരണ നമ്മുടെ ആയുധങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത് തന്നെ വളരെ മൂർച്ചയേറിയതാണെങ്കിൽ പിള്ളേരൊക്കെ അതെടുത്താൽ നമ്മൾ പറയും സൂക്ഷിക്കേണ്ടോ, നല്ല മൂർച്ചയുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയാനിടയായിട്ട് തീരും. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവാത്മാവ് എടുത്തു പറയുകയാണ്, ഈ വചനം മൂർച്ചയേറിയ ഇരുവാഴ്ത്തലയുള്ള വാളാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ പ്രവർത്തന സാധ്യത എത്രയോ വ്യക്തമായിട്ട് നാം കാണുകയാണ്. വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ ഈ മൂർച്ചയേറിയ വാൾ ഇടപെട്ട് അതിശയകരമായ പരിവർത്തനം വരുത്തിയ അനേക ജീവിതങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഞാനതിലൊരു ഉദാഹരണമായിട്ട് കണ്ടത് തർസോസുകാരനായ ശൗലിൽ ഈ വചനം ചെയ്ത അതിശയകരമായ ക്രിയയാണ് ഇന്ന് പകൽ ഞാൻ പ്രധാനമായിട്ടും ഓർക്കാനിടയായിട്ട് തീർന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്കത് ഓർക്കാറുണ്ട്. പക്ഷെ ഞാൻ പൗലോസിൻ്റെ തർസോസുകാരനായ ശൗലിൻ്റെ മാനസാന്തര ചരിത്രമാണ് ആ ബന്ധത്തിൽ പ്രധാനമായിട്ടും ഓർക്കാനിടയായിട്ട് തീർന്നത്. നമുക്കറിയാം, ഇന്നത്തെ നിലയിലും അന്നത്തെ സാഹചര്യത്തിലും ഒരാൾ ശൗലിനോട് സുവിശേഷം പറയാൻ പോകാനുള്ളതായ യാതൊരു സാധ്യതയും ഇല്ല. ശൗലിൻ്റെ അടുക്കലൊന്ന് പോകണമെന്ന് കർത്താവ് അനന്യാസിനോട് പറഞ്ഞിട്ട് തന്നെ കുറേ തടസ്സങ്ങളൊക്കെ പറഞ്ഞു. കാരണം സാധാരണ നിലയിൽ ഒന്ന് പോകാനോ സന്ധിക്കാനോ സാധാരണ ആരും ധൈര്യപ്പെടാത്ത നിലയിലുള്ള ഒരു വ്യക്തി
വ്യക്തിത്വമായിരുന്നു പൗലോസിൻ്റേത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പക്ഷെ നമുക്കറിയാം, ഈ ജീവിതത്തിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഇരുവാഴ്ത്തിലുള്ള വാൾ ആ വ്യക്തിയെ സന്ധിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, എത്ര പെട്ടെന്നാണ് അത്ഭുതകരമായ പരിവർത്തനത്തിലേക്ക് ആ മനുഷ്യൻ വരാനിടയായിട്ട് തീർന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ് പൗലോസിനോട് കർത്താവ് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു വാചകം നമ്മൾ വായിക്കുന്നത്. പക്ഷെ മുഴുവൻ വാചകവും 9-ാം അധ്യായത്തിൽ പറയുന്നില്ല. 26-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 26-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ ശൗലിനോട് കർത്താവ് പറയാനിടയായിട്ട് തീർന്ന വാചകങ്ങളുടെ ഒരു പൂർത്തീകരണം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 22-ാമത്തെ അധ്യായത്തിലെ സാക്ഷ്യത്തിലും അത് മുഴുവൻ പറയുന്നില്ല. എന്നാൽ 26-ാം അധ്യായത്തിലാണത് മുഴുവനായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആ വാക്യം നമുക്കൊന്ന് വായിക്കേണ്ടിയിരിക്കുന്നു. 26-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഉള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ അവിടെ ആ സാക്ഷ്യം പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഏത് ഭാഷയിലാണ് പൗലോസിനോട് സംസാരിച്ചത് എന്നുള്ളതും പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. പൗലോസിന് ഗ്രീക്കുമൊക്കെ അറിയാമെങ്കിലും ഒരു നല്ല യഹൂദൻ എന്നുള്ള നിലയിൽ എബ്രായ ഭാഷയുള്ള തൻ്റെ പ്രതിപത്തി നമുക്കറിയാം. അപ്പോൾ കർത്താവ് തൻ്റെ വായിൽ നിന്നുള്ള മൂർച്ചയേറിയ ആ വാളുമായിട്ട് പൗലോസിനെ, തർസോസുകാരനായ ശൗലിനെ സന്ധിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അതെത്ര കൃത്യമായിട്ടത് തന്നിൽ ക്രിയ ചെയ്തു എന്നുള്ളത് നാം കാണുകയാണ്. നമ്മളൊരാളോടൊക്കെ സുവിശേഷം പറയുമ്പോൾ ഒരാൾ കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ടൊക്കെ സ്വീകരിക്കുന്നൊരു സാഹചര്യം ഒരുക്കപ്പെടുന്നത് തന്നെ എത്രയോ ദീർഘമായി നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചൊക്കെ വ്യക്തമാക്കിയിട്ടാണ് അങ്ങനെ സാധാരണ ഒരു തീരുമാനത്തിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കർത്താവ് ആകെ 2 വാചകമേ ഇവനോ തർസോസുകാരൻ ശൗലിനോട് പറഞ്ഞുള്ളൂ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് എന്നോടുള്ള ഉപദ്രവമാണ് എന്നുള്ളതായ കാര്യം വളരെ വ്യക്തമായിട്ട് ആ വാക്യത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പിന്നെ അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? അടുത്ത വാചകത്തിൽ എന്താണ് പറയുന്നത്? മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ല എന്ന് പറഞ്ഞാൽ, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിനക്ക് തന്നെ ഏറെ ദോഷം ചെയ്യുന്നതായ കാര്യമാണ്. അപ്പോൾ 2 വാചകങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചാൽ, നിൻ്റെ ഈ പ്രവൃത്തി എനിക്ക് ദോഷമാണ്, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിനക്കും ദോഷമാണ്. നമുക്കറിയാം 26-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഇറ്റ് ഈസ് ഹാർഡ് ഫോർ യു ടു കിക്ക് എഗനിസ്റ്റ് ദി ഗോഡ്സ് എന്നാണ് വായിക്കുന്നത്. ഒരു പുതിയ മലയാള പരിഭാഷയിൽ അത് പരിഭാഷ ചെയ്തിരിക്കുന്നത്, ആണിയിൽ തൊഴിക്കുന്നത് നിനക്ക് ഹാനികരമാണ് എന്ന് കർത്താവ് ശൗലിനോട് പറയുകയാണ്. അപ്പം ഞാനിന്ന് പകല 2 വാചകങ്ങൾ ഓർത്തു, ദൈവത്തിൻ്റെ വചനം ഇരുവാഴ്ത്തലയുള്ള മൂർച്ചയേറിയ, ഏതു വാണിനേക്കാളും മൂർച്ചയേറിയ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, വളരെ കഠിനനായൊരു മനുഷ്യനെന്ന് വിചാരിക്കുന്ന ഈ വ്യക്തി നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ ഈ 2 വാചകങ്ങളുടെ മുമ്പിൽ തന്നെത്താൻ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് പൗലോസിൻ്റെ പ്രതികരണം നമ്മൾ വായിക്കുന്നുണ്ട്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. നമുക്കറിയാം, അവിടെയാണ്
പൗലോസ് ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ടതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, ആ വചനത്തിൻ്റെ മൂർച്ച, അതിൻ്റെ പ്രവർത്തന സാധ്യത എത്രത്തോളം അധികമാണ്. പ്രിയപ്പെട്ടവരെ, ഏത് കഠിനനായ പാപിയെയും കൃപയുടെ സുവിശേഷത്തിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ മതിയായതാണ്. ഞാൻ ഈ ക്ലാസ്സുകളുടെ ആമുഖ ക്ലാസ്സിൽ ഓർപ്പിച്ചായിരുന്നു. ഈ പ്രസംഗത്തോട് ബന്ധപ്പെട്ടൊരു സാക്ഷ്യം ഞാൻ കേട്ടത് ഓർപ്പിക്കാനിടയായിട്ട് തീർന്നിരുന്നു. ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5:39 വാക്യമാണ് ഞാൻ കേട്ടൊരു സാക്ഷ്യത്തിൽ ഒരു മുസ്ലിം യുവാവിനെ ക്രിസ്തുമാർഗത്തിലേക്ക് ആകർഷിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ ഞാനത് വിശദീകരിച്ചായിരുന്നു. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞതായ വചനസത്യങ്ങൾ, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ വാക്കുകൾ, അവൻ തിരുവാഴ് മൊഴിഞ്ഞ സത്യങ്ങൾ, എത്ര അത്ഭുതകരമായ പരിവർത്തനം കഴിഞ്ഞ നാളുകളിൽ വരുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇനി ഈ പ്രസംഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് പല ഉദാഹരണങ്ങളും എടുത്ത് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഈ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ ചിന്തിക്കാം എന്ന് ഒറ്റ വാചകം കൊണ്ട് ധാർമ്മികമായ വിശുദ്ധി ഏറ്റവും മനോഹരമായി സൂക്ഷിക്കുവാൻ ഉള്ള നിർണയത്തിലേക്ക് കഴിഞ്ഞ നാളുകളിൽ എത്രയോ ജീവിതങ്ങൾ എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ ഈ വചനങ്ങൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അത് നമ്മിൽ അതിശയകരമായ പരിവർത്തനവും രൂപാന്തരവും വരുത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. അതുകൊണ്ട് കർത്താവിൻ്റെ ആ വാക്കുകളുടെയും കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിൻ്റെയും മഹത്വം ഞാൻ അടിസ്ഥാനപരമായിട്ട് വിശദീകരിച്ചതിൻ്റെ പിമ്പിലുള്ളതായ താല്പര്യം, ഈ പ്രസംഗം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഏറെ രൂപപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. 1-2 പ്രത്യേകതകൾ കൂടി എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലെ ആ വാക്യത്തിൽ നിന്ന് ഒത്തിരി വിശദീകരണം കൂടാതെ നമ്മൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൂടി ചിന്തിച്ച ശേഷം നമ്മൾ ഈ ഗിരിപ്രഭാഷണത്തിലെ കൽപ്പനകളിലേക്ക് നേരിട്ട് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രസംഗം നമ്മിൽ വലിയ രൂപാന്തരം വരുത്തട്ടെ. അനേകരെ രൂപാന്തരപ്പെടുത്തിയ ഈ പ്രസംഗം നമ്മെയും വരുന്ന ദിവസങ്ങളിൽ രൂപാന്തരപ്പെടുത്തി നമ്മുടെ കർത്താവിനോട് അനുരൂപരായിട്ട് ജീവിക്കത്തക്കവണ്ണം നമ്മെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും ആ വചനത്തിൻ്റെയും മഹത്വം എല്ലാ ഭയഭക്തിയോടും കൂടി ഉൾക്കൊണ്ട് നമുക്ക് ഈ പ്രസംഗത്തെ ഉൾക്കൊള്ളുവാൻ, അതനുസരിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും ധാരാളം കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.